പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ജ്ഞാനയജ്ഞം വഴി ആ ബ്രഹ്മഭാവന വികസിക്കുന്നു, ഉപാസകനിൽ ബ്രഹ്മഭാവന വികസിക്കുന്നു. അങ്ങനെ ആ ബ്രഹ്മഭാവന വികസിച്ച് അവസാനം സർവം ബ്രഹ്മമയം എന്ന അനുഭവത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ആ അനുഭവത്തിന് ഉപാസിക്കുന്ന ആളെ അനുഗ്രഹിക്കുന്നു. അതെങ്ങനെയാണെന്നാണ് 2 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞത് അല്ലെ? 18ഉം 19ഉം പറഞ്ഞത് അതാണ്. അപ്പൊ അതിൽ പറഞ്ഞു എന്താണ്? കർമ്മങ്ങൾക്കൊക്കെ, എല്ലാ കർമ്മങ്ങൾക്കും ഫലം കൊടുക്കുന്നത്, അതുപോലെ ഈ ജഗത്തിനെ മുഴുവൻ പോഷിപ്പിച്ച് ഭരിക്കുന്നവൻ, ജഗത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ, ജഗത്തിന്റെ മുഴുവൻ വാസസ്ഥാനം, എല്ലാവരുടെയും അഭയകേന്ദ്രം, പിന്നെന്താണ്? ഇഷ്ടപ്പെട്ട എന്തും നേടിക്കൊടുക്കുന്ന കൂട്ടുകാരൻ, ഇതൊക്കെ ഞാനാണ് എന്ന് പറയാണ്. അതുപോലെ ഈ ജഗത്തിന്റെ ഉൽപ്പത്തി, പ്രളയം, രക്ഷ, സൂക്ഷിപ്പുകാരൻ, ആദികാരണം, നാശമില്ലാത്തതൊക്കെ ഞാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ജഗത്തിന് ചൂട് നൽകുന്നത് ഞാനാണ്, തേജോ രൂപം കൈക്കൊണ്ട് ചൂട് നൽകുന്നത് ഞാനാണ്, അതുപോലെ മേഘമായി വർഷിക്കുന്നത് ഞാനാണ് പറഞ്ഞു. ജഗത്തിനെ അതിൽ നിന്ന് പിൻവലിച്ച് ഒളിപ്പിച്ചു നിർത്തുന്നത് ഞാനാണ്, പുറമേക്ക് പ്രകടിപ്പിക്കുന്നത് ഞാനാണ്, മൃത്യു ഞാനാണ് പറഞ്ഞു, അമൃതവും ഞാനാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു അർജുന, ഉണ്മയും ഇല്ലായ്മയും ഞാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത് അല്ല. അപ്പോ ആ ഒരു അനുഭവ രഹസ്യത്തിലേക്ക് എത്തുന്നു, അനുഭവത്തിലേക്ക് എത്തുന്നു സാധകൻ എന്ന് പറഞ്ഞു. ഇനി അത് ജ്ഞാനയജ്ഞമാക്കി ജീവിതത്തെ ആ വസ്തുബോധത്തോടുകൂടി സത്യം എന്താണെന്ന് ബോധ്യം വന്ന് ജീവിതത്തെ ജ്ഞാനയജ്ഞമാക്കി മാറ്റുന്ന ഉപാസകന്റെ അനുഭവമാണ് നേരത്തെ പറഞ്ഞത്. ഇനി ആ വസ്തുബോധം ഉൾക്കൊണ്ട് ജീവിതത്തെ ഒരു ജ്ഞാനയജ്ഞമാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ, അല്ലാതെ ജ്ഞാനയജ്ഞമാക്കി മാറ്റാതെ, അപ്പൊ ജീവിതത്തെ ജ്ഞാനയജ്ഞമാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും പിന്നെ അങ്ങനെയുള്ള ആളുകൾ ചെയ്യാം? അവര് യജ്ഞങ്ങളൊക്കെ ചെയ്യും, വേദങ്ങളിൽ പറയുന്ന, കർമ്മകാണ്ഡത്തിൽ പറയുന്ന യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കും. പക്ഷെ ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് അവർ ചെയ്യുക അല്ലെ? അവരെന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ് അത്രയും യജ്ഞങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് വേദങ്ങളിൽ, കർമ്മകാണ്ഡത്തിൽ പറയുന്ന യജ്ഞങ്ങള് ഇതൊക്കെ അനുഷ്ഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ 20ാമത്തെ ശ്ലോകത്തില് അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അത് 20ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. കൈവിദ്യാമാം സോമപൂതപാപ യജ്ഞൈരിഷ്ടോ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്ദിവ്യാദിവിദേവ ഭോഗാൻ. 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ഇപ്പോ എന്താണ് വേദങ്ങളിൽ കർമ്മകാണ്ഡ ഭാഗം അല്ലെ, കർമ്മകാണ്ഡങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ത്രൈവിദ്യാമാം സോമപാഹ ഭൂതപാപാഹ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ എന്ന് പറയുന്നു. അവർക്ക് എന്താണ് സംഭവിക്കുക? ത്രൈവിദ്യ. എന്താണ് ഈ ത്രൈവിദ്യ എന്ന് പറയുന്നത്? ത്രൈവിദ്യ എന്ന് പറഞ്ഞാൽ 3 വേദങ്ങളിലെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഈ 3 വേദങ്ങളിലും കർമ്മകാണ്ഡം, കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ 3 വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളെ, അതാണ് ഏറ്റവും മഹത്തായ വിദ്യ എന്ന് കരുതുന്നവര്, അങ്ങനെ കരുതുന്ന യജ്ഞങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ യാജ്ഞികന്മാര് എന്നാണ് അവർ പറയുന്നത്. അതിന് ത്രൈവിദ്യ, ഈ ത്രൈവിദ്യ ആണ്. ഇതിനപ്പുറത്ത് വേറെ ഒരു വിദ്യയുമില്ല എന്ന് കരുതുന്ന യജ്ഞങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകള് അവര് എന്താണ് ചെയ്യുന്നത്? യജ്ഞൈഹി, പറഞ്ഞ യജ്ഞ, ജ്യോതിഷ്ഠോമം തുടങ്ങിയ യജ്ഞങ്ങള്, യാഗങ്ങള് ഇതൊക്കെ ചെയ്ത് അവരെന്നെ ഉപാസിക്കുന്നു. ഏത് രൂപത്തില്? ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെ രൂപത്തിൽ എന്നെ അവര് ഉപാസിച്ചിട്ട് അവരെന്താ ചെയ്യുന്ന? സോമപാഹ എന്ന് പറഞ്ഞാൽ യജ്ഞം കഴിഞ്ഞ് സോമരസമൊക്കെ അവർ പാനം ചെയ്ത്, ഭൂതപാപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലൗകികമായ ലോക പാപങ്ങളെല്ലാം അവർ ക്ഷയിപ്പിച്ച്, അങ്ങനെ യജ്ഞം ചെയ്യുന്നവരുടെ പാപങ്ങളൊക്കെ അവർ ക്ഷയിപ്പിക്കുന്നു. എന്നിട്ടോ അവരെന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്ന? സ്വർഗതിം പ്രാർത്ഥയന്തേ. അതാണ് അവർക്കൊരു ആഗ്രഹമുണ്ട്.
അല്ലെ? അതൊക്കെ ചെയ്യുന്നതിന് ഒരു റിസൾട്ട് അവർക്ക് വേണം. എന്താണ്? സ്വർഗം നേടണം. സ്വർഗപ്രാപ്തിക്കായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. അതാണ് ഫലകാമനയോടുകൂടി യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കാത്ത? അവര് പുണ്യം സുരേന്ദ്രലോകം ആസ്വാദ്യ എന്ന് പറഞ്ഞാൽ പുണ്യഫലമായി അവര് ഇത്രയും യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് പുണ്യം സമ്പാദിക്കും, പുണ്യം ആർജിക്കും. ആ പുണ്യത്തിന്റെ ഫലമായിട്ട് അവർ ദേവലോകത്തെത്തും എന്നാണ് പറയുന്നത്. ആ ദിവ്യസ്ഥാനത്ത് ദിവ്യാൻ ദേവഭോഗാൻ അശ്നന്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങൾ അനുഭവിക്കാൻ ഇടവരുന്നു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ചില ആളുകൾ എങ്ങനെയാണ് വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളാണ് ഏറ്റവും ഉയർന്ന വിദ്യ, അതിനേക്കാൾ വലിയതായിട്ട് വിദ്യയൊന്നുമില്ല എന്ന് കരുതുന്ന യജ്ഞത്തിന് യാജ്ഞികന്മാരുണ്ട്, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്ന? അവര് യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു, ജ്യോതിഷ്ഠോമം തുടങ്ങിയ യാഗങ്ങളൊക്കെ ചെയ്ത് പല ദേവതമാരുടെ രൂപത്തിൽ എന്നെ ഉപാസിക്കുന്നു. അത് നേരത്തെ പറഞ്ഞല്ലോ, ഏത് ദേവനെ ആരാധിക്കുകയാണെങ്കിലും അത് എന്നെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഞാനാണ് അതാത് ദേവതമാരിലൂടെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ അവർക്ക് ഇഷ്ടമുള്ള ദേവതാ രൂപത്തില് യാഗങ്ങളെ കൊണ്ട് അവർ ഉപാസിച്ച് എന്നെ ഉപാസിച്ച് യജ്ഞാവസാനം അവര് സോമരസം കുടിച്ച് ഈ ലോകത്തിലെ പാപങ്ങളൊക്കെ ക്ഷയിപ്പിച്ച് സ്വർഗം നേടാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെത്താനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവർ. അപ്പൊ അവർ ഈ യജ്ഞം ചെയ്യുന്നതിന് അവർക്കൊരു ഫലം കിട്ടണം, അതാണ് സ്വർഗം പ്രാപ്തി. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുക? അവരുടെ ഈ യജ്ഞകർമ്മങ്ങളുടെ പുണ്യഫലമായിട്ട് ദേവലോകത്തെത്തുന്നു. എന്നിട്ട് ആ ദിവ്യസ്ഥാനത്ത് ദേവലോകത്ത് ദേവന്മാരുമായിട്ട് അവര് സ്വർഗസുഖങ്ങൾ അനുഭവിക്കാനിട വരുന്നു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം എന്താണ്, എത്രത്തോളം മഹത്വമുള്ളതാണെന്നുള്ളത് തുടർന്ന് പറയുന്നുണ്ട്. ത്രൈവിദ്യ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ ഉപനിഷത്തില്, മുണ്ടകോപനിഷത്തില് വിദ്യയെ രണ്ടായിട്ട് പറയും. ഒന്ന് പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും പറയുന്നുണ്ട്. പരാവിദ്യ, അപരാവിദ്യ. പരാ അപരാ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്, ബ്രഹ്മജ്ഞാനം. അതാണ് പരാവിദ്യ എന്ന് പറയുന്നത്. അപരാവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു പറഞ്ഞാൽ വേദങ്ങളില് കർമ്മകാണ്ഡത്തിൽ പറയുന്ന വിദ്യ, അത് അപരാവിദ്യയാണ്. അതാണ് യജ്ഞങ്ങളും കാര്യങ്ങളൊക്കെ അപരാവിദ്യയാണ് വരുന്നത്. ആ അപരാവിദ്യയാണ് ത്രൈവിദ്യ എന്ന് പറയുന്നതാണ്. ത്രൈവിദ്യ പറയാൻ കാരണം നേരത്തെ പറഞ്ഞു, ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇത് മൂന്നും കൂടി ചേർന്നാണ് ത്രൈ എന്ന് പറയുന്നത്. ആ 3 വേദങ്ങളിൽ അടങ്ങുന്ന വിദ്യയാണ് ത്രൈവിദ്യ. അപ്പോ അതിലെന്താണ്, ആ വിദ്യയിൽ എന്താണ് പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഹലോകത്തും ഈ ലോകത്തും പരലോകത്തുമുള്ള സുഖങ്ങൾ നേടാൻ എന്തൊക്കെ അനുഷ്ഠിക്കണം, അനുഷ്ഠിക്കേണ്ട യാഗം തുടങ്ങിയ കർമ്മങ്ങളെ കുറിച്ചാണ് ആ കർമ്മകാണ്ഡത്തിൽ പറയുന്നത്. അതാണ് അപരാവിദ്യ എന്നാണ് അതിന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇത് മാത്രമല്ല അപരാവിദ്യ, ബ്രഹ്മവിദ്യ ഒഴികെ ബാക്കി എല്ലാം ലൗകിക വിദ്യകളുണ്ടോ അത് മുഴുവൻ അപരാവിദ്യകളാണ്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ബ്രഹ്മജ്ഞാനം തരുന്ന വിദ്യ, ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്ന വിദ്യ പരാവിദ്യ, ബാക്കിയുള്ളതെല്ലാം അപരാവിദ്യ എന്നാണ്. അപ്പോ ഈ അപരാവിദ്യയിൽ മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? അല്ല, കട്ടിയായിട്ട് തോന്നുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള എല്ലാം, ബ്രഹ്മവിദ്യ ഒഴികെ ബാക്കി എല്ലാം അപരാവിദ്യയാണ്. അപ്പൊ എന്താണ് അതിന്റെ ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അപരാവിദ്യയിൽ നിന്ന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വളരെ അല്പമേ ഉണ്ടാവുള്ളൂ, താൽക്കാലികമാണ്. അതുകൊണ്ടാണ് അതിന് അപരാവിദ്യ എന്ന് പറയുന്നത്. അത് ശാശ്വതമല്ല. അപരാവിദ്യയിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഫലം ഒരിക്കലും ശാശ്വതമല്ല എന്നാണ്. അപ്പോ അത് താൽക്കാലികമാണ്, സ്വല്പമാണ്. അതുകൊണ്ടാണ് അതിനെ അപരാവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ അപരാവിദ്യ കൊണ്ട് നേടാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ നേട്ടമാണ് സ്വർഗത്തിലെത്തുക എന്നുള്ളത്, സ്വർഗപ്രാപ്തി. അതാണ് അതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. മോക്ഷം കിട്ടില്ല അതിൽ നിന്ന്. അപരാവിദ്യയിലൂടെ ഒരിക്കലും മുക്തനാവാൻ സാധിക്കില്ല, മുക്തി സാധിക്കില്ല. സ്വർഗം നേടാം, സ്വർഗീയ സുഖങ്ങൾ നേടാം. അപ്പോ ഉപനിഷത്തുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുണ്ടകോപനിഷത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സ്വർഗം നേടാൻ വേണ്ടി അതാണ് ലക്ഷ്യം, സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം.
അപ്പൊ ആ ലക്ഷ്യം നേടാൻ വേണ്ടി യാഗം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ എന്താ സംഭവിക്കുക? അവർ മരിച്ചു കഴിഞ്ഞാൽ ദേവതമാര് അവരെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. തേജോമയരായ ദേവതമാര്, പ്രകാശരൂപികളായ ദേവതമാര് അവര് ഈ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവരെ, പുണ്യം നേടിയവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഏത് വഴിയെ? സൂര്യരശ്മി വഴിയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാന്ന്. അതാണ് ഇതിൽ പറയുന്നത്. അവരേക്ക് കൊണ്ടുപോകും. എന്നിട്ടോ അവിടെ സ്വർഗത്തിലെത്തി ദേവന്മാരൊത്ത് അവര് സുഖം അനുഭവിക്കാനായിട്ട് വരുന്നു എന്നാണ്. പക്ഷെ നേരത്തെ പറഞ്ഞു അപരാവിദ്യ എന്ന് കിട്ടുന്ന ഫലം സ്ഥിരമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഈ യജ്ഞം എന്ന് പറയുന്ന അപരാവിദ്യയാണ്. യജ്ഞത്തിന്റെ ഫലം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കിട്ടില്ല, കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് നശിക്കുന്നതാണ്. അപ്പൊ അവര് ദേവന്മാരൊത്ത് സ്വർഗത്തിൽ സൂഹിക്കും. എന്നിട്ട് ഈ യജ്ഞത്തിന്റെ ഫലം പുണ്യം ക്ഷയിക്കും. എന്ത് സംഭവിക്കുക? അവര് വീണ്ടും തിരിച്ചിവിടെ വന്ന് സംസാരത്തിൽ വന്ന് ജനിക്കണം എന്നാണ്. വീണ്ടും വന്ന് ജനിക്കാനുള്ളത്. അപ്പൊ യജ്ഞത്തിന്റെ ഫലങ്ങൾ സ്ഥിരമല്ല, നശിക്കുന്നതാണ്. അപ്പൊ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതുന്ന ആളുകള് അവര് വീണ്ടും ഇവിടെ ജനിക്കുക മരിക്കുക എന്നുള്ള ചക്രത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് മോക്ഷം കിട്ടില്ല എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക്. അത് ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ അവരൊക്കെ എങ്ങനെയുള്ളവരാണ്? അവിദ്യയാകുന്ന ഇരുട്ടില് തപ്പിത്തടഞ്ഞു പോകുന്നവരാണ് അവര്. പക്ഷെ സ്വയം പണ്ഡിതന്മാരെന്ന് അവര് അഭിമാനിക്കുന്നു. അവരെ അന്ധന്മാരായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോ രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാനും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. എങ്ങനെ? അവരൊക്കെ കാമാത്മാക്കളാണ്, ആഗ്രഹങ്ങൾ നിറഞ്ഞ ആളുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ കർമ്മകാണ്ഡത്തിൽ വിശ്വസിക്കുന്നവരുടെ, അതാണ് അതിന്റെ ഫലമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നവരെ കുറിച്ച് ഒന്നുകൂടി ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ. 21-ാമത്തെ ശ്ലോകത്തിൽ ഇതിനെ ഒന്നുകൂടി ഭഗവാൻ ഉറപ്പിക്കുകയാണ്. 21-ാമത്തെ ശ്ലോകം ചൊല്ലുക. ഏതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗദാഗദം കാമകാമ ലഭന്തെ. അതാണ് അവർക്ക് എന്താണ് സംഭവിക്കുക എന്നൊന്നും കൂടി ഉറപ്പിച്ചു പറയാണ്. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാഹ ഗദാഗദം കാമകാമ ലഭത്തെ. അവർക്ക് എന്താ സംഭവിക്കുക എന്ന് പറയാണ്. തേ എന്ന് പറഞ്ഞാൽ അവര് ആ കർമ്മകാണ്ഡങ്ങളെ ആശ്രയിക്കുന്ന യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവര്, യാജ്ഞികന്മാര്, അവരെന്താ ചെയ്യാ? നേരത്തെ പറഞ്ഞു അവരൊക്കെ മരണശേഷം സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? വിശാലം തം സ്വർഗലോകം എന്ന് പറഞ്ഞാൽ ആ സുഖസമൃദ്ധമായ സ്വർഗലോകം അനുഭവിച്ചിട്ട് പിന്നെന്ത് സംഭവിക്കും? അവർക്ക് പുണ്യക്ഷീണേ എന്നാണ്. അവരുടെ പുണ്യം ക്ഷയിക്കുമ്പോ എന്താ സംഭവിക്കുക? മർത്യലോകം വിശന്തി എന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നാണ്. പുണ്യം ക്ഷയിക്കുന്ന ക്രമത്തിൽ അവർ തിരിച്ചുവിടെ വന്ന് വീണ്ടും ജനിക്കുന്നു. പിന്നെയോ ത്രയീധർമ്മം അനുപ്രപന്നാഹ എന്ന് പറഞ്ഞാൽ ഈ ത്രയീവിദ്യകളെ, 3 വേദങ്ങളിൽ പറയുന്ന ഈ കർമ്മകാണ്ഡം അതിനെ അനുസരിക്കുന്നവര്, അവര് കാമകാമികൾ എന്നാണ് പറയുന്നത്. എന്നാൽ ആഗ്രഹങ്ങളുള്ളവര്. അവരിപ്രകാരം ഗതാഗതം ലബന്ധേ എന്നാണ്. എന്താണ് ഈ ഗതാഗതം ലബന്ധേ എന്ന് പറഞ്ഞാൽ? വന്നും പോയും ഇരിക്കുകയാണ്. വന്നും പോയും ഇരിക്കുന്ന സ്വല്പ സുഖങ്ങൾക്ക് മാത്രമാണ് അവർ അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അതിലൂടെ ഈ യജ്ഞങ്ങളിലൂടെ കിട്ടുന്ന ഫലം, അതിന്റെ സുഖം, ഇതൊന്നും ശാശ്വതമല്ല. അത് വരും, പിന്നീട് നഷ്ടമാവും. വീണ്ടും യജ്ഞങ്ങൾ അനുഷ്ഠിക്കും, പുണ്യം നേടും, സ്വർഗത്ത് പോകും, പുണ്യം ക്ഷയിക്കും, തിരിച്ചു വരും. ഇങ്ങനെ ജനന മരണങ്ങളിൽ അവർ പെട്ടുപോകും എന്നാണ് പറയുന്നത്. അതാണ് ഗതാഗതം, വന്നും പോയി കൊണ്ടിരിക്കുക. അപ്പൊ കർമ്മകാണ്ഡികൾ എന്നാണ് അവര് പറയാം. കർമ്മകാണ്ഡത്തിൽ വിശ്വസിക്കുന്നവര്, അങ്ങനെയുള്ള യാജ്ഞികന്മാര് ആ സുഖം നിറഞ്ഞ ആ സ്വർഗലോകം അനുഭവിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ഈ ത്രയീവിദ്യയെ ആശ്രയിക്കുന്ന, ഇതിനെ അനുസരിക്കുന്ന കാമകാമികള് ഇതുപോലെ വന്നും പോയും കൊണ്ടിരിക്കുന്ന സ്വല്പ സുഖങ്ങൾക്ക് അർഹരായിട്ട് ഭവിക്കുന്നു. അവർക്ക് അതിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നാണ് അവർ. ഗതാഗതം കാമകാമാലബന്ധേ. അപ്പൊ ഈ കാമകാമികളുടെ സുഖം, ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെ സുഖം എന്ന് പറയുന്നത് കർമ്മം ചെയ്തുണ്ടാക്കേണ്ട കൃത്രിമമായ സുഖമാണ്.
കർമ്മം ചെയ്തുണ്ടാവുന്ന സുഖങ്ങളൊക്കെ കൃത്രിമമാണ്, അത് ശാശ്വതമല്ല, അത് ഒറിജിനൽ അല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നാച്ചുറലായ സുഖം എന്ന് പറഞ്ഞ ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ സ്വരൂപമാണ്. പക്ഷെ അത് അറിയാത്തത് കൊണ്ട് ഇവര് കർമ്മം ചെയ്തിട്ട് സുഖം അനുഭവിക്കുന്നത് അത് കൃത്രിമ സുഖമാണ് എന്ന്. അപ്പൊ ആ കൃത്രിമമായിട്ടുള്ള സുഖം ജനിക്കുക മരിക്കുക തുടങ്ങിയ പ്രക്രിയയിലൂടെ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ബ്രഹ്മസുഖമാണെങ്കിലോ, ആ സത്യവസ്തുവിൽ നിന്ന് കിട്ടുന്ന സുഖമാണെങ്കിലോ അത് ശാശ്വതമായ സുഖമാണ്. ആ വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സുഖമാണ്, ശാശ്വതമായതാണ് ആ സുഖം എന്നാണ്. അപ്പൊ ആ സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ജനന മരണ പ്രക്രിയ അവസാനിക്കണം, അല്ലെ? എന്നാലേ ആ ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടുള്ളൂ. അപ്പൊ അത് ആ ശാശ്വതമായ സുഖം കിട്ടാൻ ഏത് വിദ്യയാണ്? അപരാവിദ്യ കൊണ്ട് കിട്ടില്ല. പരാവിദ്യ, ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന പരാവിദ്യയാണ് അതിനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബ്രഹ്മജ്ഞാനം നേടാനുള്ള പ്രയത്നമാണ് ചെയ്യേണ്ടത്. അപ്പോ അപരാവിദ്യയെ ആണ് ആശ്രയിക്കുന്നവർക്കെങ്കിൽ അവർക്ക് ആദ്യം എഫേർട്ട് വേണം, പുണ്യം നേടാനുള്ള ഒരു ശ്രമം വേണം. പിന്നെ പുണ്യം നേടുന്നു, പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെ? യജ്ഞങ്ങളൊക്കെ അന്വേഷിച്ച് ശ്രമം ചെയ്യുന്നു, പുണ്യം നേടുന്നു, വീണ്ടും പുണ്യം ക്ഷയിപ്പിക്കാൻ വീണ്ടും തിരിച്ചു വിടുക. അതാണ് ജനന മരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ അപരാവിദ്യയെ ആശ്രയിക്കുന്നവര് സ്വർഗത്തെത്തിച്ചേരുന്നു, തിരിച്ചു വരുന്നു. ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ ചിലർക്ക് സംശയം വരാം, എന്താണ്? അപ്പൊ ജനിക്കുന്ന ഒരാൾക്ക് കർമ്മവും കർമ്മഫലവും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ജനിക്കുന്ന ഒരാൾക്ക് കർമ്മം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് തന്നെ കർമ്മഫലവും അനുഭവിക്കേണ്ടതല്ലേ? അപ്പൊ ബ്രഹ്മം നേടാൻ, ബ്രഹ്മപ്രാപ്തിക്ക് ഇത് മുഴുവൻ ഉപേക്ഷിക്കുക വേണം, കർമ്മവും കർമ്മഫലവും ഉപേക്ഷിക്കണം. അപ്പൊ അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. കാരണം ജനിച്ചു കഴിഞ്ഞാൽ കർമ്മമുണ്ട്, കർമ്മഫലമുണ്ട്. പക്ഷെ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാലേ ബ്രഹ്മപ്രാപ്തി സാധിക്കുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ശരിയാവുന്നൊരു സംശയം വരാം. ഇനി അഥവാ കർമ്മവും കർമ്മഫലവും ഒക്കെ ഏതെങ്കിലും രീതിയിൽ മുഴുവൻ ഉപേക്ഷിച്ചാൽ തന്നെ ഇവിടുത്തെ ജീവിതം ആകെ തകരാറിലാവില്ലേ എന്ന് ചിലർക്ക് സംശയം വരാം. കാരണം ശരീരത്തിൽ ജനിച്ചുപോയി ഇവിടെ. അപ്പൊ ഇതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്, അല്ല? 22ാമത്തെ ശ്ലോകം ചൊല്ലുക. അനന്യാസിന്തയന്തോ മായി യജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനായി യോഗക്ഷേമം വഹാമ്യഹം. അടുത്ത ശ്ലോകത്തിൽ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? ഈ ശ്ലോകം കേട്ടിട്ടില്ലേ? ഇത് കേൾക്കാത്തവര് കുറവായിരിക്കും. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അനന്യാ ചിന്തയന്തോ മാം യേ ജനാഹ, യേ ജന ആരൊക്കെയാണോ, അനന്യ എന്ന് പറഞ്ഞാൽ അല്പം പോലും അന്യമനസ്കരാവാതെ എന്നർത്ഥം. വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ, മനസ്സ് വേറെ എവിടെയും പോവാതെ, മാം ചിന്തയന്ത, പരമാത്മാവായ എന്നെ തന്നെ സ്മരിച്ച് മനസ്സ് വേറെ എവിടെയും പോകാതെ, ആരാണോ പരമാത്മാവായ എന്നെ തന്നെ സ്മരിച്ച് പര്യുപാസതേ, എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ഭജിക്കുന്നത് ആരാണോ, തേഷാം നിത്യാഭിയുക്താനാം, അവരെ ഏകാന്ത ഭക്തന്മാർ, ഏകാന്ത ഭക്തന്മാരാണ് അവർ. അപ്പൊ അങ്ങനെയുള്ള ഏകാന്ത ഭക്തന്മാർ, കാരണം അവരുടെ മനസ്സ് വേറെ എവിടെയും പോകുന്നില്ല, അവർ ഭഗവാനെ തന്നെയാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭക്തന്മാരുടെ യോഗക്ഷേമം, യോഗക്ഷേമം പറഞ്ഞാൽ ലൗകികവും ആധ്യാത്മികവുമായ എല്ലാ ക്ഷേമവും, അഹം വഹാമി എന്നാണ് ഭഗവാൻ പറയുന്നത്, ഒക്കെ ഞാൻ നോക്കിക്കൊള്ളുന്നു. കേട്ടോ എല്ലാവരും? മനസ്സിലായോ? വേറൊന്നും, മനസ്സ് വേറെ എവിടെയും പോവാതെ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ യോഗവും ക്ഷേമവും, ലൗകികവും ആധ്യാത്മികവുമായ എല്ലാ സുഖങ്ങളും എല്ലാ ക്ഷേമവും ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ് ഭഗവാൻ സത്യം ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പിന്നെ നേരത്തെയുള്ള സംശയത്തിനുള്ള മറുപടിയാണത്. അപ്പൊ ആരൊക്കെയാണോ സ്വല്പം പോലും മനസ്സ് വേറെ എവിടെയും പോവാതെ പരമാത്മാവായ എന്നെ തന്നെ സ്മരിച്ച് എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ഭജിക്കുന്നതാരാണോ, ആ ഭക്തന്മാരുടെ, ആ ഏകാന്ത ഭക്തന്മാരുടെ എല്ലാ ക്ഷേമവും എന്ന് പറഞ്ഞാൽ ലൗകികമായതും ആധ്യാത്മികമായ എല്ലാ ക്ഷേമവും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് ഭഗവാൻ പറയാണ് ഇവിടെ. ഞാനാണ് അവർക്ക് കൊടുക്കുന്നത് യോഗക്ഷേമം വഹാമ്യം. അപ്പൊ ഇവിടെ എന്താണ്? കർമ്മവാസന
ഇല്ലാതാക്കാൻ, അതിനെ ക്ഷയിപ്പിക്കാൻ 2 ഉപായങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. എന്താണ്? ഒന്ന് അനന്യചിന്തനം, അനന്യചിന്ത. ഭഗവാനെ വേറൊന്നിനെ കുറിച്ചുമല്ല, ഭഗവാനിൽ മാത്രം ചിന്ത വയ്ക്കുക, അനന്യചിന്തനം. പര്യുപാസനം, പര്യുപാസനം പറഞ്ഞാൽ എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ഉപാസിക്കുക, ഭജിക്കുക, അതാണ് പര്യുപാസനം. അപ്പൊ ശരീരം കൊണ്ട് കർമ്മം ഇല്ലാതെയാക്കാൻ പറ്റില്ല, ശരീരം കൊണ്ട് കർമ്മം ചെയ്തേ പറ്റൂ, അല്ലെ? കാരണം അത് നേരത്തെ പറഞ്ഞത് ശരിയാണ്, ശരീരത്തിൽ വന്നതുകൊണ്ട് കർമ്മമുണ്ട്, കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ ഈ കർമ്മത്തെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ എന്ത് വേണം? ശരീരം കൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരീരം കൊണ്ട് കർമ്മം അനുഷ്ഠിക്കുമ്പോ ബുദ്ധി എന്ത് ചെയ്യണം? ബുദ്ധി ആ കർമ്മത്തിന്റെ ഫലത്തെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ്. അപ്പൊ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴും ഉള്ളില് ചിന്ത എന്തായിരിക്കണം? ഭഗവാനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം എന്നാണ്. കേട്ടോ എല്ലാവരും? അതാണ്. അല്ലാണ്ട് കർമ്മങ്ങളൊന്നും ചെയ്യാതെ അനന്യാ ചിന്തയം തോമ, വേറൊന്നും ചിന്തിക്കാതെ എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് രാവിലെ എണീച്ച് കസാരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പൂജാമുറിയിൽ കണ്ണുടച്ചിരിക്കാൻ പറഞ്ഞിട്ടില്ല. കർമ്മം ചെയ്യാം, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ശരീരത്തിന് കർമ്മം ചെയ്യണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴും ഉള്ളില് ആ കർമ്മത്തിനെ കുറിച്ചുള്ള ഫലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വര സ്മരണയിൽ ഉറപ്പിക്കണം എന്ന്. ഇതിനെയാണ് അനന്യചിന്ത എന്ന് പറഞ്ഞാൽ. അതാണ്. ശരീരം കൊണ്ട് കർമ്മം ചെയ്തോളൂ, എന്ത് കർമ്മം വേണം ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ മനസ്സില് ബുദ്ധിയില് ഈശ്വരനായിരിക്കണം, ഭഗവാനായിരിക്കണം. ഇതിന് വ്യവസായാത്മിക ബുദ്ധി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി അതിനെ തുടർന്ന് ഇനി സഗുണോപാസനയായാലും എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഒരു രൂപത്തിൽ ഉപാസിക്കുകയാണെങ്കിൽ, നിർഗുണോപാസനയായാലും സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവൻ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ, എന്തെല്ലാം നടക്കുന്നുണ്ടോ അതൊക്കെ ഈശ്വരന്റെ ലീലയായിട്ട് കണക്കാക്കുക. അതല്ലെങ്കിൽ ഈശ്വരൻ ഇതെല്ലാം ഈ കാണുന്നതൊക്കെ ഈശ്വരന്റെ സ്വരൂപമായിട്ട് ഭാവന ചെയ്യണം എന്നുള്ളത്. യാതൊന്ന് കാൺപതു നാരായണ പ്രതിമ തന്നെ. അപ്പൊ അങ്ങനെ തന്റെ സ്വധർമ്മം ആചരിക്കുമ്പോ സ്വധർമാചരണം മുഴുവൻ ഭഗവാന്റെ ആരാധനയാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അച്യുതാരാധനമാക്കി മാറ്റണം. ഇതിനാണ് പര്യുപാസനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇത് രണ്ടും അനന്യ ചിന്ത അത് പറഞ്ഞു. ഒന്ന് അല്ലെ, ഒന്ന് അനന്യ ചിന്തനം പറഞ്ഞു, 2ാമത്തത് പര്യുപാസനം. അപ്പൊ ഇത് രണ്ടും തുടർച്ചയായിട്ട് അഭ്യസിക്കുന്ന ഒരാളുടെ, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ യോഗക്ഷേമം ഞാൻ നോക്കാം എന്നാണ് ഭഗവാൻ സത്യം ചെയ്തിരിക്കുന്നത്. അതാണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്കിപ്പോ എങ്ങനെ കർമ്മം ചെയ്യണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഫലത്തിനെ കുറിച്ച് നോക്കുക വേണ്ട, കർമ്മം ചെയ്യുക. ഉള്ളിൽ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, നമുക്ക് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ടോ അത് മുഴുവൻ ഈശ്വരന്റെ ആരാധനയാക്കി മാറ്റി ചെയ്യാനുള്ള സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കർമ്മത്തിന്റെ റിസൾട്ട് എന്താവുന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്നാണ്. അതാണ് പര്യുപാസനം. അപ്പൊ ഇത് രണ്ടും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ്. അപ്പൊ യോഗത്തിലുള്ള ക്ഷേമമാണ് യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പൊ ശരീരമുണ്ട്, കർമ്മം ചെയ്യണം. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുമ്പോ വേണ്ടത് വേണ്ട സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വേണ്ടത്, ആവശ്യമുള്ളത് അർഹമായ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും, തന്നുകൊണ്ടിരിക്കും. പിന്നെ മാത്രം സമയത്ത്. മനസ്സിലായോ? നമ്മളെ ഈ ഇഹലോക ജീവിതം തകരാറിലാവരുത് ഭക്തനെ സംബന്ധിച്ച്. അപ്പൊ വേണ്ടത് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കും ഭഗവാൻ. പിന്നെയോ നഷ്ടപ്പെട്ടു പോകാതെ, കാലമാവുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അകാലത്ത് നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ലൗകികമായിട്ടുള്ള യോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതേപോലെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മുന്നോട്ട് പോകും തോറും ഉള്ളിലും പുറത്തും ഭഗവാന്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ആധ്യാത്മിക യോഗം എന്ന് പറയും. അപ്പൊ ആധ്യാത്മിക യോഗവും ലൗകിക യോഗവും ഞാൻ നടത്തി കൊടുക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലെ, ആധ്യാത്മികമായ ക്ഷേമവും ലൗകികമായ ക്ഷേമം. അപ്പൊ ലൗകികമായ ക്ഷേമം എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണോ നമുക്ക് ജീവിതത്തിൽ നേടാനുള്ളത് അതൊക്കെ നമുക്ക് നേടിത്തരുകയും ചെയ്യും, നേടിയത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അതാണ് ലൗകികമായത്. ആധ്യാത്മികമായിട്ടുള്ള യോഗം എന്ന് പറയുന്നതോ ഉള്ളിലും പുറത്തും ഭഗവാന്റെ സാന്നിധ്യം, പ്രസൻസ് നമ്മൾക്ക് അനുഭവപ്പെടാൻ ഇടയാക്കും. അതും ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സാന്നിധ്യം അനുഭവിപ്പിച്ചു തരുന്നതും ഭഗവാനാണ്.
അപ്പൊ ഈ രണ്ടു തരം യോഗം ആവശ്യമാണ് ഒരാളുടെ ജീവിതം പൂർണ്ണതയിലെത്താൻ, പൂർണ്ണ ധന്യതയിലെത്താൻ ഈ രണ്ടു തരം യോഗവും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണം, അതേസമയം ഉള്ളില് ഭഗവാന്റെ ഒരു പ്രസൻസ്, സാന്നിധ്യം ഉള്ളിലും പുറത്തും അനുഭവത്തിൽ വരും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ഏകാന്ത ഭക്തന്റെ കാര്യത്തില് ഈ രണ്ടു തരം യോഗവും വേണ്ട സമയത്ത് വേണ്ട പോലെ സമന്വയിപ്പിച്ച് കാത്തു സൂക്ഷിക്കുന്ന കാര്യം ലോകം തുടങ്ങിയ മുതൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടക്കം മുതൽ എന്റെ ജോലി അതാണ് എന്നാണ്. മനസ്സിലായി? അപ്പൊ അർജുനന്റെ ജീവിതം തന്നെ ഇതിന് തെളിവാണ് എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ഏകാന്ത ഭക്തന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഇത് സത്യമാണെന്ന് ബോധ്യമാകും. കാരണം അവിടെയൊക്കെ ഭഗവാന്റെ ഈ ഒരു പ്രതിജ്ഞ ഭഗവാൻ നിറവേറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി വേറൊരു സംശയം വരാം. ഇപ്പോ ഇതെല്ലാം ഈ ഭേദചിന്ത നിലനിന്ന് ഫലം ഇച്ഛിച്ചുകൊണ്ട് മറ്റു ദേവതമാരെ ഭജിക്കുന്നവരുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അവരും പരമാത്മാവായ ഭഗവാനെ തന്നെയല്ലേ ഭജിക്കുന്നത്. ശരിയാണ്. കാരണം ഭഗവാൻ പറഞ്ഞു, ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ഭജിച്ചാലും, ഏതൊക്കെ ദേവതയുടെ രൂപത്തിൽ ഭജിച്ചാലും അവരിൽ അതാത് ദേവതമാരിലൂടെ അവരുടെ ആഗ്രഹങ്ങളെ അവരെ അനുഗ്രഹിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫലം ഇച്ഛിച്ചുകൊണ്ട് മറ്റ് ദേവീ ദേവന്മാരെ ആരാധിക്കുന്നവരും ഭജിക്കുന്നവരും ഭഗവാനെ തന്നെയല്ലേ ഭജിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അനന്യഭക്തനും ഈ മറ്റ് ദേവതമാരെ ഫലം ഇച്ഛിച്ചുകൊണ്ട് ആരാധിക്കുന്ന ആളുകൾ, ആ ഭക്തന് തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ ഈ സംശയത്തിനുള്ള വിശദമായിട്ടുള്ള മറുപടിയാണ് അടുത്ത പദ്യങ്ങൾ കൊണ്ട് ഭഗവാൻ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ പറയുന്നതാണ്, മറ്റുള്ള ദേവന്മാരെ ഉപാസിക്കുന്നവരും യഥാർത്ഥത്തിൽ പരമാത്മാവായി എന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അടുത്ത 3 ശ്ലോകങ്ങൾ. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടുക. ശരീരം പൂർണ്ണമായും വിശ്രമിക്കട്ടെ. മനസ്സ് ശാന്തമാകുന്ന നിരീക്ഷിക്കൂ. മനസ്സ് നിശ്ചലമാകുന്ന നിരീക്ഷിക്കൂ. ആ നിശ്ചലതയിൽ വിശ്രമിക്കൂ. Be with the stillness deep inside. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി
ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.